ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. 2026 ജ്യോതിഷഫലം കുറച്ച് തിരക്കായതുകൊണ്ടാണ് സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റാത്തത്. തുടർന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷൻ ഒന്ന് പ്രഡിക്ഷൻ നടത്തിക്കൂടെ, കഴിഞ്ഞ പ്രഡിക്ഷനൊക്കെ കറക്റ്റായല്ലോ, അതോ പേടിയാണോ ഇനി തെറ്റിപ്പോകുന്നു? ഞാൻ പറഞ്ഞു, ആദ്യത്തെ പ്രഡിക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ അത് ഫെയിലാവുകയാണെങ്കിൽ അത് ചാനൽ തന്നെ പൂട്ടുമെന്ന്, പരിപാടി വെച്ച് നടത്തുമെന്ന്. അത് വിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമോ ഒന്നും അങ്ങനെയല്ല, എന്നാലും ആ ഒരു സ്കില്ലിൽ ഞാൻ ട്രസ്റ്റ്ഫുള്ളായി. സോ അടുത്ത നിയമസഭാ ഇലക്ഷനൊന്നും എളുപ്പമല്ല. ഈ കേരളത്തിലുള്ള ജ്യോതിഷന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. വേറൊന്നുമല്ല, ഞാനൊന്നുമല്ല, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എല്ലാവരും ഉണ്ട്. പക്ഷെ ആരും പ്രഡിക്ഷൻ ചെയ്യത്തില്ല, ഒരു ഇലക്ഷൻ പ്രഡിക്ഷനിലോട്ട് ആരും പോകത്തില്ല. കാരണം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരൊരു ജീവിത മാർഗ്ഗമാണ്. എന്തെന്നൊക്കെ പറഞ്ഞാലും ഇനി പ്രഡിക്ഷൻ നടത്തിയിട്ട് അത് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ അവർക്ക് ആ ഫീൽഡിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കരിയറല്ലേ വലുത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെയുള്ള പ്രഡിക്ഷൻസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ആസ്ട്രോളജിസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നാട്ടിലെ മറ്റേ ഇവരൊക്കെ ഉണ്ടല്ലോ, അവർ രാഷ്ട്രീയ നിരീക്ഷകന്മാർ, അവരെ പ്രഡിക്ഷൻസും അവിടെ ഇവിടെയും തൊടാതെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളെ ചാനലിലെ പ്രഡിക്ഷൻസ് അങ്ങനെയല്ല, പ്രത്യേകിച്ച് ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ്. അപ്പം നമുക്ക് നോക്കാം ആര് ജയിക്കുമോ നോക്കാം. വി.ഡി. സതീശനാണോ പിണറായി ആണോ 2026 ജയിക്കാൻ സാധ്യത നോക്കാം. അപ്പോൾ അതിലോട്ട് വരാം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ രണ്ടൊരു ആസ്ട്രോളജി നോക്കി. അപ്പോൾ ഇത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഈ ഡിസ്കഷനിലോട്ട് വരുമ്പോൾ. കാരണം ഇതിൽ പ്രധാനമായിട്ടും വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 മോശമായിട്ടുള്ള സമയത്തോടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള സമയത്തോടെയാണ് യാത്ര. ശനിദശ 31/5/1964 ജനിച്ച വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ശനിദശയിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ചന്ദ്രാഭാരതത്തോടാണ് പോണത്. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ, മാനസിക പ്രയാസങ്ങൾ നിറഞ്ഞ, ടെൻഷൻ നിറഞ്ഞ ഒക്കെ ഉള്ള ഒരു പീരീഡ് ഓഫ് ടൈമിലോട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ ചീഫ് മിനിസ്റ്റർ സ്ഥാനം വി.ഡി. സതീശന് ജയിച്ചാലും കിട്ടും എന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. അതാദ്യമേ ഞാൻ പറയാം. വി.ഡി. സതീശൻ ആ ഒരു പാർട്ടിയെ നയിക്കുന്ന നേതാവ്, ഇപ്പോൾ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പം ആ ഒരു മാൻഡേറ്റിലാണ് ഞാൻ ഈ പറയുന്നത്. വി.ഡി. സതീശന് ചീഫ് മിനിസ്റ്ററായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവ്. കാരണം പുള്ളിക്കാരൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട സമയമാണ്. അടുത്ത് പിണറായി വിജയൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല സമയം. ഇത്രയും നല്ല സമയമുള്ള ഒരു മനുഷ്യൻ, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സമയമാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ സമയം ഇങ്ങനെയൊക്കെയാണ്. പിണറായി വിജയൻ്റെ സമയം വളരെ ബെറ്ററാണ്, വി.ഡി. സതീശൻ്റെ സമയം വളരെ മോശമാണ്. കാരണം ശനിദശയാണ്. ശനിദശയിൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജയിച്ചാൽ പോലും പുള്ളിക്കാരൻ ചീഫ് മിനിസ്റ്റർ ആയിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇനി അടുത്ത് നമുക്ക് പോയിന്റിലോട്ട് വരാം. ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. ഇതൊരു ചെറിയൊരു കാര്യമല്ല. കാരണം ഇതിപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. പക്ഷെ നമുക്കതിൽ കേഡറായിട്ട് എടുക്കാൻ പറ്റുന്നത് പിണറായി വിജയൻ്റെ ഹൊറോസ്കോപ്പും അതുപോലെ വി.ഡി. സതീശൻ്റെ ഹൊറോസ്കോപ്പും വെച്ചിട്ടായിരിക്കും നമുക്കതിൽ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പോൾ ഇത് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതായിട്ട് പോലും വേറെ 1-2 ഫാക്ടേഴ്സും കൂടെ ഞാൻ പരിഗണനയിൽപ്പെടുത്തി. കാരണം നമുക്കതും കൂടെ പരിഗണനയിൽപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ സ്വാമിയാണ്, അതായത് ചാത്തനാണ്. അപ്പം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഉള്ള ഒരു പവർ അനുസരിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തും. ആ വിലയിരുത്തലിൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇങ്ങനെ ഇവർ ജയിക്കൂ. കാരണം എന്ന് വെച്ചാൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ സമയത്ത് ശനിദശയിൽ കൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ ഇത്രയും നല്ല ശുക്രദശയിൽ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയത്തോളം എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ജയിക്കുക എന്ന് ഞാൻ തന്നെ അന്താളിച്ചു പോയി. അപ്പോൾ എനിക്കതിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കലിയുഗം.
കലിയുഗത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയാണ്, ടു ബി ഓണസ്റ്റ്. ഇത് വെറും അലിഗേഷൻ ആയിരിക്കും ഒരു സൈഡിൽ, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. എനിവേ, ഈ അയ്യപ്പശാപം ചെറിയ കാര്യമല്ല. ഇപ്പം നടത്തിയിരിക്കുന്ന ആരോപണം മാത്രമാണ്, കോടതിയിൽ തെളിയിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല, ആരോപണം മാത്രം. സ്വർണം കട്ടവനാരപ്പ അങ്ങനത്തെ പ്രശ്നം, സ്വർണം കടത്തി, ഇവിടുത്തെ ശബരിമലയിലെ സ്വർണം കടത്തി, അത് നിസ്സാര കാര്യമല്ല. അത് ഉണ്ടാക്കുന്ന നെഗറ്റീവ് വൈബ് ഭയങ്കരമായിട്ടാണ്. പ്രത്യേകിച്ച് അപ്പുറത്തെ ഒപ്പോസിഷൻ ലീഡറിന് ശനിദശയും കൂടെയാണ്. അപ്പം ശനിക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ശനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ശനി എന്ന് പറഞ്ഞാൽ ദ ജഡ്ജാണ്. ശനി ഉപദ്രവിക്കും, ഇല്ലാന്നൊന്നും പറയണില്ല. നമ്മൾ മുൻകാലത്തൊക്കെ ചെയ്തു പോയ തെറ്റുകളുടെയൊക്കെ ബുദ്ധിമുട്ടുകളിൽ കൂടെ നമ്മൾ ഒഴുകിപ്പോകുന്നൊരു സമയമാണ്. പ്രശ്നങ്ങളെയും ദുരന്തങ്ങളിലും കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഒരു സമയം കൂടെയാണ്. പക്ഷേ ശനിയുടെ ജഡ്ജ്മെൻ്റ് എപ്പോഴും ദ റൈറ്റ് വേ ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശനിയുടെ ജഡ്ജ്മെൻ്റ് എപ്പോഴും റൈറ്റ് വേ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കലിയുഗമാണ്. പ്രത്യേകിച്ച് അയ്യപ്പസ്വാമി വളരെ പവർഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു സമയം, ആ ഒരു ബിലീഫിന് വളരെ പവറുള്ളൊരു സമയത്ത് ഇത്തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ശബരിമലയിൽ നടന്നു എന്നതുകൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ചെറുക്കാനായിട്ട് ഒരു പക്ഷേ ഈ പറയുന്ന 24 മെയ് 1945 ജനനം ഇത്രയും നല്ല സമയമായിരിക്കുന്ന ഇപ്പോഴത്തെ പിണറായി സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പറ്റിയെന്ന് വരത്തില്ല. അതായത് UDF ജയിക്കാനുള്ള സാധ്യത ആ ഒരൊറ്റ കാരണം കൊണ്ടുണ്ട്. ശരിക്കും എനിക്കിതൊരു റിസർച്ചാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ എനിക്കും പഠിക്കാനായിട്ടുണ്ട്. സോ ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നു, ഞാൻ പഠിച്ചത് വെച്ചിട്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്കറിയാം ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഇതൊരു നിസ്സാരമല്ല. ഇത് ചുമ്മാ വന്നിരുന്നിട്ട് നമുക്കൊരാൾ ജയിക്കും ഒരാൾ തോക്കുമെന്ന് കറക്കിക്കുത്തി എറിഞ്ഞ് പറയാനൊന്നും പറ്റില്ല. കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആവറേജ് വോട്ടിങ്ങിൽ നല്ലൊരു ശതമാനം, ഇപ്പം BJP കുറച്ച് വോട്ട്, ബൈ ഇലക്ഷൻ എന്തോ കോൺഗ്രസ് അല്പം ഫ്രണ്ടിലോട്ട് വന്നു, അത് BJP വോട്ട് ഷെയർ പിടിച്ചുകൊണ്ടാകും. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റിക്കൊക്കെ BJPക്ക് ഇടും പോലെ നിയമസഭ ഇലക്ഷൻ ഇടില്ല. കാരണം അവർ അധികാരത്തിൽ വരൂല എന്നറിയാം. അതുകൊണ്ട് എങ്ങനെ കണ്ട് നോക്കിയാലും ഒരുപക്ഷെ ആ വോട്ട് തിരിച്ച് ആരേന്നാണോ പോയത് അവർക്ക് തന്നെ ആ വോട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു കണ്ടീഷനാണ്. ഞാൻ പൊതു സാഹചര്യമാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ആസ്ട്രോളജി പരമായിട്ട് നമ്മൾ സാധാരണ എല്ലാവരും നോക്കിയിട്ട് പറയണത് പിണറായി വിജയന് നല്ല സമയമാണ്, ശുക്രദശയിൽ അടിപൊളി സമയമായിട്ട് നിൽക്കുന്നു. അപ്പുറത്തെ സതീശനെ നോക്കുമ്പോൾ അപ്പോട്ടിഞ്ഞ് പാളിസായി നിൽക്കുന്നു. ശനി ദശയിൽ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരാൾ എങ്ങനെ ജയിക്കും എന്ന് യൂഷ്വലായിട്ട് നോർമൽ ഒരു ജ്യോതിഷം പഠിച്ച ഒരു മനുഷ്യനെ ചോദിക്കാം. ഇതിപ്പോൾ നോർമലായിട്ടൊരു ജ്യോതിഷം പഠിച്ച ആരുടെ ചോദിച്ചാൽ ഈ ഒരു അഭിപ്രായത്തിൻ്റെ മുകൾ ഒരു അഭിപ്രായം പറയാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ നോക്കുമ്പോഴത്തേനും പിണറായി വിജയൻ ശുക്രദശ അടിപൊളി സമയം, പിന്നെ പുള്ളിക്കാരൻ ജയിക്കാതെ അവിടെ പോയി സതീശന്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഫാക്ടറുണ്ട്, അതൊരു നെഗറ്റീവ് വൈബ് എനർജിയാണ്. ആ എനർജിയെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു മനുഷ്യൻ്റെ സമയം കൊള്ളാമെന്ന് പറഞ്ഞ് പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഡയറ്റിയാണ് ക്രിട്ടിസൈസ് ചെയ്തത്. ഈവൻ ശബരിമലയിലെ സ്ത്രീകൾ കയറുന്ന വിവാദത്തിൽ പോലും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവർക്കും സ്വന്തമാണ്, അത്രയും ദൈവത്തിനോട് ഇഷ്ടമാണ്. ആരെയും ഉപദ്രവിച്ചില്ലല്ലോ. പോവുക, സ്വാമിയെ കാണാൻ തിരിച്ചു വരിക. സ്ത്രീകളെ കയറാൻ പാടില്ല എന്നുള്ള ബിലീഫ്. ഇപ്പോൾ ഒരു സ്ത്രീ ആഗ്രഹിക്കുകയാണില്ല, എനിക്ക് അയ്യപ്പനെ കണ്ടേ പറ്റൂ, അത്രയും വിശ്വാസമാണ്, അത്രയും ആരാധനയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോയി കണ്ടിട്ട് വന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആരെങ്കിലും തോൽപ്പിക്കാനോ പറ്റിക്കാനോ ഒരു മതത്തിനെ ചവിട്ടി താഴ്ത്താനോ ഉള്ള ഒരു ശ്രമത്തിന്മേൽ പോയതാണെങ്കിൽ സ്വാഭാവികമായിട്ടും തെറ്റിനുള്ള ശിക്ഷ സ്വാമിയുടെ നിന്ന് കിട്ടും. ഇല്ല, വളരെ ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ സ്വാമിയെ കാണാൻ പോയ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർ പോയി കാണണ്ടേ. പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളെ അനുകൂലിക്കുന്ന ഒരാളും കൂടെ, അവർ പോയി കണ്ടിട്ട് വരട്ടെ. ശരിയാണ്, ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനോട് നമ്മൾ മല്ലടിക്കാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് സമത്വം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ അതിനോട് ചോദ്യം ചെയ്യാനില്ല. ഒരു പക്ഷേ അയ്യപ്പസ്വാമിക്ക് പോലും അവരോട് ക്ഷമിക്കാനുള്ളൊരു ഇതുണ്ട്. ഓക്കെ, എനിവേ അത് വേറെ ടോപ്പിക്ക്, അതൊരു സൈഡിൽ കൂടെ പോട്ടെ. പക്ഷേ ഇത് അപഹരിച്ചു എന്നുള്ളൊരു കേസാണ്. സ്വർണം അപഹരിച്ചു, അയ്യപ്പസ്വാമിയുടെ സ്വർണം അപഹരിച്ചു, മോഷണ ശ്രമം നടന്നു, ഈശ്വരൻ്റെ സ്വത്ത് പോലും കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ കലിയുഗ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഓപ്പോസിഷൻ ലീഡർക്ക് ശനിദശ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജഡ്ജായിട്ടിരിക്കുന്ന ശനി എന്ത് ഡിസിഷൻ എടുക്കും?
ഈ പുള്ളിക്കാരനെ സമയം മോശമായതുകൊണ്ട് തിന്മ ജയിക്കട്ടെന്ന് ഒരിക്കലും ശനി എടുക്കില്ല ഡിസിഷൻ. ശനിനെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കും ഉറപ്പാണ്. കാരണം വി ഡി സതീശനും ജീവിതത്തിൽ മൊത്തം നന്മ മാത്രം ചെയ്തു വന്ന നന്മ മരമൊന്നും ആയിരിക്കില്ല. അപ്പോൾ വി ഡി സതീശൻ ഒരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കേരള ജനത മൊത്തം അനുഭവിച്ചോട്ടെ എന്ന് വിശ്വസിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ ലീഡർക്ക് ഒരു കരിയർ ഗ്രോത്തോ ഒരു ചീഫ് മിനിസ്റ്റർ സ്ഥാനമോ ഒന്നും കിട്ടാനായിട്ടുള്ള സാധ്യത താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധ്യത താരതമ്യേന കുറവാണ്. ഈവൻ കോൺഗ്രസ് ജയിച്ചാൽ പോലും പുള്ളിക്കാരനെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അത് നമുക്ക് കണ്ട് തന്നെ വിലയിരുത്താം എന്താവോ എന്നുള്ളത്. എനിവേ പാർട്ടി ബേസ് ഞാൻ പറയാണ്, ഇതൊരു വലിയ പ്രഡിക്ഷനാണ് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു പ്രഡിക്ഷൻ ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ആരും പറയേയില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഏത് പ്രഡിക്ഷൻസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരാൾ ജയിക്കുന്നേ വരൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നേ വരുള്ളൂ. കാരണം പുള്ളിക്കാരന് നല്ല സമയമായതുകൊണ്ട്. പക്ഷേ ഞാൻ പറയുന്നു കോൺഗ്രസ് പാർട്ടി ജയിക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി കോപമുണ്ട്, അയ്യപ്പ കോപമുണ്ട്. ഇനി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് സൊല്യൂഷൻ ഉണ്ടോ എന്ന്. സൊല്യൂഷനുണ്ട്. ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് സൊല്യൂഷനുണ്ട്. തെറ്റ് ചെയ്തു, ആ തെറ്റിനുള്ള സൊല്യൂഷൻ അടുത്ത ഇലക്ഷന് മുമ്പ് അവർ കണ്ടെത്തി, അത് പരിഹരിച്ചു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. അവർക്കൊരു സഹായവും ചെയ്യാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അവർക്ക് സേവ് ആവാൻ പറ്റും. അവർക്ക് സേവ് ആവാൻ അത് മാത്രമല്ല നല്ലൊരു ആസ്ട്രോളജർ വിചാരിച്ചാൽ ഒരു പക്ഷേ അവരെ സേവ് ചെയ്യാനും പറ്റുമെന്നിരിക്കും. കാരണം സമയം നല്ലതായതുകൊണ്ട്, അതിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന ക്യാപ്റ്റൻ്റെ സമയം വളരെ നല്ലതായതുകൊണ്ട് ആസ്ട്രോളജിക്കൽ റെമഡീസിലൂടെ ഇപ്പോൾ ഉള്ള ദുരന്തം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചാൽ പറ്റും. പക്ഷെ അവരൊരു പ്രത്യയശാസ്ത്രപ്രകാരം അവർ ദൈവത്തിലോ ജ്യോതിഷത്തിലോ ഒന്നും വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ റെമഡീസ് കീപ്പപ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ആരൊക്കെ പറയാനായിട്ട് ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടെന്നോ പശുവിനുണ്ടെന്നോ സമയം വളരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. എനിക്കതിലൊന്നും ബിലീഫും ഇല്ല. അവരങ്ങനെ ചെയ്യുമെന്നുള്ളതിലാണ് ബിലീഫില്ല എന്ന് പറഞ്ഞത്. സോ ആസ്ട്രോളജിക്കൽ എൻ്റെ പ്രഡിക്ഷൻ ഇതാണ്, കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അയ്യപ്പ ശാപമാണ്. അത് വനിതകളെ ശബരിമലയിൽ കയറ്റി എന്നുള്ള ശാപമല്ല. ഞാൻ അതല്ല പറഞ്ഞ, അതൊരു ശാപമല്ല. ശാപം ഇതാണ്, ക്ഷേത്രത്തിലെ സ്വത്ത് പോലും മോഷണം ചെയ്തു എന്നുള്ള ഒരു ശാപം. അത് ചെയ്തോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ പ്രകാരം റോങ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഞാൻ നോക്കിയപ്പം അങ്ങനെയാണ് കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ ചാത്തന, വിഷ്ണുമായ. അപ്പം നമുക്ക് കാണിച്ചു തരുന്ന ശരിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും പിന്നെ നമ്മൾ പഠിച്ച ആസ്ട്രോളജി വെച്ചിട്ടുള്ള ഒരു കണക്കൂട്ടലും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആസ്ട്രോളജിക്കും എബോ ആയിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ ആ പ്രഡിക്ഷൻ എന്താണെന്ന് നമുക്ക് വിലയിരുത്താം, കാണാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയും പോലെ എൻ്റെ ഈ പ്രഡിക്ഷൻസ്, ഞാൻ ഈ നിയമസഭാ ഇലക്ഷൻ ആര് ജയിക്കുമെന്ന് പറഞ്ഞു, ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ തൻ്റെ തൊഴിൽ നീ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കിത്തരത്തിലൊരു പ്രഡിക്ഷനിൽ വിശ്വസ്തത നഷ്ടപ്പെടും. കാരണം ജ്യോതിഷം എന്ന് പറയുന്ന ആസ്ട്രോളജി പഠനം മാത്രമല്ല, ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഒരു 65% നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക, ബാക്കി നമ്മുടെ സ്കില്ല് പ്രയോജനപ്പെടുത്തുക. നമ്മളെ സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഉപാസനാമൂർത്തിയാണ്. നമ്മളെ ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന മൂർത്തി. ഈ ആരാധിക്കുന്ന മൂർത്തി നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമുണ്ട് പല കാര്യങ്ങളിൽ. പിന്നെ ഈ പറയും പോലെ 65% പഠിച്ച ചാർട്ടും ബാക്കി കാര്യങ്ങളും ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷനും ഒരാളെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യണതും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡിലുള്ളത്. അപ്പോൾ ഈ 65ഉം അതിൻ്റെ ബാക്കിയും കൂടെ സ്കില്ലും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടും വർക്കൗട്ടാണ്. അപ്പോൾ ഇത് രണ്ടും വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ അതിൽ നിന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ആസ്ട്രോളജി പരമായിട്ട് മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് ജ്യോതിഷെടുത്ത് ചോദിച്ചാലും പറയും LDF അധികാരത്തിൽ വരുത്തുള്ളൂ. കാരണം നല്ല സമയമാണ് ചീഫ് മിനിസ്റ്റർക്ക്. പക്ഷേ UDF വരത്തില്ല എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 65% നമ്മുടെ പഠനവും ബാക്കി ഒരു 35%ഓളം, 25 ഒന്നും പറയാൻ പറ്റില്ല, ഒരു 35%ഓളം സ്കില്ലുമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സ്കില്ലെന്ന് പറഞ്ഞാൽ ഭഗവാൻ നമുക്ക് തരുന്നൊരു പ്രസാദമാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തി നമുക്ക് തരുന്ന
ഒരു നിർദ്ദേശമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ വളരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഈ പ്രഡിക്ഷൻസ് വെച്ചിട്ട് എൻ്റെ രാഷ്ട്രീയം അളക്കരുത്, ദയവ് ചെയ്ത് അളക്കരുത്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പെട്ട മനുഷ്യരല്ല. ആര് ജയിച്ചാലും എനിക്കൊരു ഒന്നുമില്ല. ആര് ജയിച്ചാലും നാട് നന്നാവണം എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനപരമായിട്ടാണ് എല്ലാവരും പോകണം, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നന്മ ചെയ്യട്ടെ. ആര് ജയിച്ചാലും ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ ജയിക്കുന്നത്, ചുമ്മാ അല്ലല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്യണത് എപ്പോഴും അവർക്ക് ഫേവറബിൾ എന്ന് തോന്നുന്ന ആൾക്കാർക്കായിരിക്കുമല്ലോ. അപ്പോൾ ആര് ജയിച്ചാലും ജനങ്ങളുടെ ക്ഷേമം നോക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ഒരേ പാർട്ടിയാണെങ്കിൽ എല്ലാ ജീവിതകാലം ജനനം തൊട്ട് മരണം വരെ ഒരു പാർട്ടി മാത്രമല്ലേ ജയിക്കുള്ളൂ. ജനങ്ങൾ പാർട്ടി നോക്കി വോട്ട് ചെയ്യണ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഭരണം എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ ജയിക്കണതായിരിക്കൂലേ, അങ്ങനെയൊക്കെ ആയിരിക്കൂലേ. അപ്പോൾ നമ്മൾ ഈ പ്രഡിക്ഷൻ എന്ന് പറയുമ്പം നമുക്കൊരു ഭാഗ്യം, ലക്ക്, ഇതൊക്കെ ആസ്പദമാക്കി പറയുന്ന ഒരു മാറ്ററാണ്. അപ്പോൾ ആര് ജയിച്ചാലും ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടിരിക്കട്ടെ, ജനങ്ങളുടെ ക്ഷേമം നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ വീഡിയോ ലെങ്തായി പോകുന്നു. അപ്പം ഞാൻ പറയാണ്, കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആസ്ട്രോളജി ചാനൽ ഞാൻ എന്നേക്കുമായി നിർത്തുന്നതായിരിക്കും. കാരണം എൻ്റെ ആസ്ട്രോളജി തെറ്റ് എന്ന് ഞാൻ സ്ഥാപിച്ചുകൊണ്ട് നിർത്തുന്നതായിരിക്കും. ഇതാരുടെയുള്ള വെല്ലുവിളിയും കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റഡി പ്രോസസ്സിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആസ്ട്രോളജിയെക്കുറിച്ചുള്ള ഒരു ഡെപ്തിലുള്ള ഒരു സ്റ്റഡി പ്രോസസ്സ് മാത്രമാണ് ഇത്. ഈ സ്റ്റഡി പ്രോസസ്സിൽ ഞാൻ വിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളും ഒക്കെ ശരി എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ മുന്നോട്ട് പോവാം. ഇത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇതിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.